ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ കറുത്തു പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് സ്ട്രോബെറി, പൊമഗ്രനേറ്റ്, ഓറഞ്ച്, നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആപ്പിള്. ഇതിപ്പോൾ നോക്ക്, ആപ്പിൾ കറുത്തൊന്നുമില്ല, നന്നായി അതുപോലെ ഫ്രഷായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത കണ്ടൻസ്ഡ് മിൽക്കും പാലിൻ്റെയും മിശ്രിതം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എൻ്റെ കയ്യിൽ ഇത്ര ഫ്രൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര മാത്രം ഇട്ടത്. അങ്ങനെ ക്രീമി ഫ്രൂട്ട് സാലഡ് റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.